രേണുവിന്റെ നാട്ടുകാരിയാണ്. അതെ, നാട്ടുകാരിയെ. വിശ്വസിക്കാം. ബിഗ് ബോസിൽ പോയി രേണു. ബിഗ് ബോസിൽ പോയി രേണു. പക്ഷെ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. തമാശയല്ല, കാര്യം പറ. അയൽക്കാരാ, ഒരഭിപ്രായവും ഇല്ല. രേണു സുധിയെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല. കുട്ടി എന്താ പറഞ്ഞ? ഇവിടെ നടക്കുമ്പോ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ജാടയെ. നമ്മളതിന് നാട്ടുകാരല്ലേ, നമ്മള് ബസ് കയറാനൊക്കെ ചെല്ലുമ്പോ പുള്ളിക്കാരിയെ കണ്ടാ പുള്ളിക്കാരി ഒന്ന് നോക്കുക പോലും ചെയ്യത്തില്ല. അതിനേക്കാൾ കഷ്ടം ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്ന് കളിക്കുന്നത്. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാണുന്നത്. അങ്ങനെ ഒരു മനുഷ്യരെ കുറിച്ച് നമുക്കൊരു നന്മ ഉണ്ടെങ്കിലല്ലേ അതിനെ കുറിച്ച് നമ്മള് നന്മ പറയത്തുള്ളൂ. നന്മയില്ലെങ്കിൽ പിന്നെ നമ്മള് പറയുവോ? ഇത് നന്മ പറയത്തക്കാടി അതൊന്നും ഞങ്ങൾക്ക് അയൽവക്കക്കാർക്കില്ല, അനുഭവം ഇല്ല. തലയ്ക്ക് വെളിവില്ലാതായോ? മൊത്തത്തിൽ എല്ലാ മനുഷ്യരും ഈ വാർഡിൽ എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. എന്താ കാര്യം? രേണുസുധിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ ജീവി അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ അങ്ങ് ആർക്ക് കിട്ടാമല്ല. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. സുധിയുടെ മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണല്ലോ. അവർക്ക് ബുദ്ധിയുണ്ട്. ഇത് പുള്ളിയെ കൊണ്ട് പുള്ളിക്കാരി മുതലെടുക്കുക. സുധീനെ വിറ്റ് ജീവിക്കുന്നതാണോ പറഞ്ഞത്? അതെ, രാത്രി എപ്പോഴും 24 മണിക്കൂർ സുധി. ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുധിയുടെ കാര്യം പറയുന്നത് ബിഗ് ബോസിൽ പോയാലും സുധിയാണ്. ബിഗ് ബോസിൽ പോയാലും സുധിയാ. സുധിച്ചേട്ടന് വേണ്ടിട്ടാ. അല്ലാണ്ട് സ്വന്തം കാര്യത്തിനല്ല. സ്വന്തം കാര്യമല്ല പുള്ളിക്കാരി എല്ലാം സുധിക്ക് വേണ്ടിട്ടാ. ബിഗ് ബോസിലെ കാര്യം അവളാണോ രേണുസുധി? അവളെ ആദ്യം അതിനകത്ത് നിറക്കി വിടെ, അന്നേരം നമ്മള് കാണാം. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ നിന്നാ തന്നെ കുഴപ്പമാണ്. ഒന്ന് പോകാമോ? എന്താണ് നേരിട്ട് കാണുമ്പോ സംസാരിച്ചിട്ട് പോലുമില്ല. ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞു പോയതൊന്നും പറയരുത്. ബിഗ് ബോസിൽ ഇഷ്ടമില്ലാത്ത ആരാണ്? അങ്ങനെ ആരും ഇല്ല. രേണുസുധി മാത്രമേ. രേണുസുധീനെ മാത്രമേ ഉള്ളൂ തീർത്തും ഇഷ്ടമില്ലാത്ത. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി.